എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പൊ തകർന്നു നടക്കുന്ന നാമഗ്രഹത്തെ കാണിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളായിട്ട് ഇപ്പോ ആ ഒരു സ്കൈൽ അങ്ങനെ പറന്നു നടക്കുകയാണ്. അപ്പൊ ലോങ് ഷോട്ടിലായിട്ട് ഫ്രീസയുടെ പകുതി മരിച്ച ആ ഒരു ശരീരം അതങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഫ്രീസ ആണെങ്കിൽ ഇപ്പോഴും പൂർണ്ണമായിട്ട് ഇല്ലാതായിട്ടില്ല. അപ്പോഴായിരിക്കും ലോങ് ഷോട്ടില് പേടകം അവിടേക്ക് കടന്നു വരിക. ആ പേടകത്തിലെ ഒരു മെയിൻ ആള് മറ്റാരുമല്ല, ഫ്രീസയുടെ പപ്പ. ആളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, എന്റെ മകനെ ഇല്ലാതാക്കിയവനെ ഞാൻ വെറുതെ വിടില്ല. ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം, എനിക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കണ്ടെത്തണമെന്ന് പറയും. അവർ ആ പേടകം ഉപയോഗിച്ച് അവിടെ മുഴുവൻ ചെക്ക് ചെയ്യും. പക്ഷെ ഒന്നും തന്നെ കണ്ടെത്താനായിട്ട് കഴിയില്ല. അപ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഇപ്പൊ നമ്മുടെ ഫ്രീസയുടെ പകുതി ചത്ത ആ ഒരു ബോഡി കാണുക. ഉടനെ അവന്റെ പപ്പയാണെങ്കിൽ ഇപ്പൊ ആ ബോഡി പേടകത്തിലേക്ക് അടുപ്പിക്കാനായിട്ട് പറയും. ഉടനെ അവരാണെങ്കിൽ ആ ഒരു ബോഡി പേടകത്തിലേക്ക് അടുപ്പിക്കുകയാണ്. അവന്റെ പപ്പയാണെങ്കിൽ വെജീറ്റയെ കണ്ട് ഷോക്കാവും. അവൻ മരിച്ചിട്ടില്ല, എത്രയും വേഗം അവന് ട്രീറ്റ്മെന്റ് കൊടുക്ക്. ഉടനെ അത് കേട്ട് അസിസ്റ്റൻസ് ആണെങ്കിൽ അവന് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണ്. മകൻ വെജീറ്റയോട്, ഇങ്ങനെ ചെയ്തവരെ ഒരു കാരണവശാലും ഞാൻ വെറുതെ വിടില്ല, തീർച്ചയായിട്ടും അവരനുഭവിക്കും. ഇവിടെ അസിസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പൊ ഫ്രീസയ്ക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവന്റെ തകർന്നുപോയ പാർട്സ് ഒക്കെ മാറ്റി ഇപ്പൊ അവനെ ബാക്ക് ടു നോർമൽ ആക്കും. ഉടനെ ഫ്രീസ ആണെങ്കിൽ നോർമലായി അവന്റെ പപ്പയുടെ അടുത്തേക്ക് വരും. അപ്പ അസയാൻ കാക്കറോട്ട്, അവനാണ് എന്നോട് ഇപ്രകാരം ചെയ്തത്. ഈ ലോകത്തെ പോലും വിരൽത്തുമ്പിൽ നിർത്തിയ എന്നെയും നമ്മുടെ വംശത്തെയും അവൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവന്റെ ആൾക്കാരും ഭൂമിയിലുണ്ടാവും, നമുക്ക് എത്രയും വേഗം അവിടേക്ക് പോയി അവനെ തകർക്കണമെന്ന് പറയും. കട്ട് ചെയ്താ ഇവിടെ ഹാൻസം പോയി നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും കാണിക്കും. അവനാണെങ്കിൽ ഹായ് ആയിട്ട് ഇപ്പൊ ടൈം സ്പെൻഡ് ചെയ്യുകയാണ്. ബൊൽമയുടെ അമ്മയാണെങ്കിൽ ഇപ്പൊ അവനോട് വിശേഷമൊക്കെ തിരക്കും. അവനാണെങ്കിൽ അതിന് ഹാപ്പി ആയിട്ട് മറുപടി പറയും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ മൊട്ടപ്പൻ, അവനാണെങ്കിൽ ഫുൾ പവർ എടുത്ത് ഇപ്പൊ ട്രെയിനിങ് ആരംഭിക്കും. ഒരു കടലിന് കുറുകെ അവന്റെ പവർ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഗോകുവിന്റെ അത്രയും പവർ അവനെ കൊണ്ട് ഉപയോഗിക്കാനായിട്ട് കഴിയുന്നില്ല. ഓ നോ, എന്നെ കൊണ്ട് ഇത് പറ്റുന്നില്ല. ഗോകു ശരിക്കും ഒരുപാട് ട്രെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എന്തൊക്കെയോ ചില സ്പെഷ്യൽ ബ്ലെസ്സിങ്സ് ഒക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവൻ ഇതുപോലെ ഈസി ആയിട്ട് പല വലിയ വലിയ കാര്യങ്ങളും ചെയ്യാനായിട്ട് കഴിയുന്നത്. അത് കേട്ട് മാസ്റ്റർ റോഷാങ്കിൽ ചാടി എഴുന്നേക്കും. അവന്റെ പ്രായത്തിൽ ഞാനും ഒരു സൂപ്പർ ഹീറോ പോലെ തന്നെയായിരുന്നു. എല്ലാവർക്കും എന്നോട് ഒരുപാട് ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാനതൊന്നും ട്രൈ ചെയ്യാറില്ല. പഴയതുപോലെ ട്രെയിനിങ് എടുക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പവർഫുൾ ആയനെന്ന് പറയും. അത് കേട്ട് നമ്മുടെ ആമക്കൂട്ടനാണെങ്കിൽ വിളിച്ചു പറയും, നിങ്ങളിപ്പോ വയസ്സായി, നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ല. ഇതാ വീണ്ടും ഇവിടെ ഹാൻസം ബോയ് ആൻഡ് ടീമിനെ കാണിക്കും. അടുത്ത നിമിഷം അവിടേക്ക് ബജീറ്റ പോയ പേടകം അതങ്ങനെ തകർന്ന് താഴേക്ക് വീഴുകയാണ്. ബജീറ്റ ആണെങ്കിൽ പുറത്തേക്ക് വരും. ആൾക്കാർ അവന്റെ അടുത്തേക്ക് ഓടിയെത്തും. പുറത്തേക്ക് വന്ന് ബജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഗോകുവിനെ ഞാൻ ഒരുപാട് അന്വേഷിച്ചു, സ്പേസിൽ ഒന്നും തന്നെ അവന്റെ പൊടി പോലും ഇല്ല. അവനെ കണ്ടു കിട്ടാനും അവനുമായിട്ട് ചില റിവഞ്ച് തീർക്കാനുമാണ് ഞാൻ അവിടേക്ക് പോയത്. പക്ഷെ അത് സാധിച്ചില്ല. എനിക്കിപ്പോ എന്റെ ദേഷ്യം അരിച്ചൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയും. അതിന് ബുൽമയാണെങ്കിൽ അവനെ വിളിക്കും, ആദ്യം നീ ഒന്നുപോയി അടിച്ചു നനച്ച് കുളിക്ക്. നീ കുളിച്ചിട്ട് എത്ര മാസമായി? അടുത്ത് നിൽക്കുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലാണ്, കണ്ടോ നിന്റെ ബോഡി മുഴുവൻ ചെളിയാണെന്ന് പറഞ്ഞ് ഒരല്പം ചെളി അവന്റെ ബോഡിയിൽ നിന്ന് എടുത്ത് അവൾ കാണിച്ചു കൊടുക്കും. വായോ, നിന്നെ ഞാൻ ഫ്രഷ് ആക്കി തരാമെന്ന് പറഞ്ഞ് ആണെങ്കിൽ വെജീറ്റയെ ഒരു ഭാഗത്തേക്ക് വിളിക്കും. ബൊൽമയാണെങ്കിൽ ഇപ്പോ വെജീറ്റയെ ബാത്റൂമിലേക്ക് കയറ്റി വിടും. അവൻ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്ത് അവൾ പുറത്തേക്ക് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഹാൻസം ബോയോട് ചോദിക്കും, ആക്ച്വലി വെജീറ്റ തിരികെ വന്നു. ഇതേ സമയം കൊണ്ട് തന്നെ ഗോകുവിനും തിരികെ വരാൻ കഴിയുമല്ലോ, പിന്നെ അവൻ എന്തുകൊണ്ടായിരിക്കും തിരികെ വരാത്തത്? അങ്ങനെ അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന അതേ സമയം ഇവിടെ ആ വെജീറ്റ അവനാണെങ്കിൽ യുദ്ധത്തിൽ വിളിച്ചു പറയും, ആരെങ്കിലും ഒന്നിങ്ങോട്ടേക്ക് വാ. അവനെ ബാത്റൂമിലേക്ക് കയറ്റിവിട്ട ആ സ്പൈക്ക് പെണ്ണ് അവിടെ ഇവിടെ ഇല്ലേ? അതിന് ബുൽമയാണെങ്കിൽ വിളിച്ചു പറയും, എന്റെ പേര് ബുൽമ എന്നാണ്, നിനക്കിപ്പോ എന്താ വേണ്ടേ? അതിനവൻ ദേഷ്യപ്പെട്ട് പറയും, എന്റെ ഡ്രസ്സ് അതിവിടെ കാണാനില്ല. അതിനവള് പറയും, ഞാനത് വാഷ് ചെയ്തിട്ടു, നിനക്കവിടെ വേറൊരു ഡ്രസ്സ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവനാണെങ്കിൽ മനസ്സോട് കൂടെ ആ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് വരും. ഓനോ, എനിക്ക് ഈ കളർ ഒട്ടും ഇഷ്ടമല്ല, അതുപോലുള്ള വൃത്തികെട്ട ഡ്രസ്സുകൾ ഇതിനു മുൻപ് ഇട്ടിട്ടില്ല. അത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ കൊഹാനെ കാണിക്കും. അവനാണെങ്കിൽ എന്തോ ഒരു വല്ലാത്ത പവർ ഫീൽ ചെയ്യുകയാണ്. അടുത്ത നിമിഷം അവിടെയുള്ള ഫോൺ ബെല്ല് ചെയ്യും. അവൻ ആ കോൾ അറ്റൻഡ് ചെയ്യും. ഓപ്പോസിറ്റ് സൈഡുള്ളത് മൊട്ടപ്പനാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോഹാനോട് പറയും, എനിക്കൊരു വലിയ പവർ അത് ഫീൽ ചെയ്യാനായിട്ട് കഴിയുന്നുണ്ടോ? എനിക്ക് മാസ്റ്ററിനും അത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അത് ഭൂമിയെ നോക്കിയാണ് വരുന്നത്. അതിന് ഗോഹാനും പറയും, അതെ, അത് ഫ്രീസ് ചെയ്യാൻ ചാൻസ് ഇല്ല. ഓൾറെഡി എന്റെ അച്ഛൻ ഫ്രീസയെ നശിപ്പിച്ചു കളഞ്ഞതല്ലേ. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് മാർഷൽ ആർട്സ്മാനും കുഞ്ഞിപ്പയ്യനും അവരും ആ പവർ തിരിച്ചറിയാണ്. ഇവിടെ വെജീറ്റ ആണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, ഒരു കാരണവശാലും സംഭവിക്കാനായിട്ട് പാടില്ല. കാക്കറോട്ട് അവൻ കൊന്നു എന്ന് പറഞ്ഞ ഫ്രീസ അവൻ തിരികെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവനോടൊപ്പം പവർഫുള്ളായ മറ്റാരോ കൂടെ ഉണ്ട്. കട്ട് ചെയ്ത കിങ് കായുടെ അടുത്തേക്ക് വന്ന് കൊരങ്ങൻ ആ ഒരു ഇൻഫർമേഷൻ അറിയിക്കും. കിങ് കായ്ക്കാണെങ്കിൽ അത് വിശ്വസിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ക്യാമറ അങ്ങനെ സൂം ചെയ്ത് ഫ്രീസയെയും കൊപ്പയെയും ആ പേടകത്തിനെയും കാണിക്കും. അവന്റെ പപ്പയാണെങ്കിൽ ഫ്രീസയോട് പറയും, നമുക്ക് ഒറ്റയടിക്ക് ആ ഭൂമി നശിപ്പിച്ചു കളയാം. അതിന് ഫ്രീസ പറയും, അല്ല, എനിക്ക് അവനെ ഇവിടേക്ക് കൊണ്ടുവരണം.
ആ സയാൻ കാക്കറോട്ടിനെ എന്റെ കൺമുമ്പിൽ വെച്ച് എനിക്ക് തല്ലി തല്ലി കൊല്ലണം. അത് കേട്ട് അവന്റെ പപ്പ പറയും, ഓക്കെ, അതിനുശേഷം നമുക്ക് ഈ ഗ്രഹം മുഴുവനായിട്ടും നശിപ്പിക്കാം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ഗോഹാൻ അവനാണെങ്കിൽ അവന്റെ പഴയ ഉടുപ്പൊക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഓ നോ, ഇത് ഭയങ്കര ടൈറ്റാണ്, എങ്ങനെയെങ്കിലും ഇത് കുത്തിക്കയറ്റി എനിക്ക് ഇട്ടേ പറ്റുമെന്ന് പറഞ്ഞ് അങ്ങനെ പുറത്തേക്ക് പറന്നു പോവാണ്. അതുകൊണ്ട് ചീച്ചിയാണെങ്കിൽ ഉച്ചത്തിൽ വിളിച്ചു പറയും, ഗോഹാൻ, നീ എവിടേക്കാണ് പോണേ? നാളെ നിന്റെ പുതിയ മാസ്റ്റർ എവിടേക്ക് വരും? നീ എത്രയും വേഗം തിരികെ വായു. ഗോഹാൻ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ പറന്നു പോയിക്കൊണ്ടേയിരിക്കും. അല്പദൂരം മുൻപോട്ടേക്ക് പോകുമ്പോൾ അവന്റെ തൊട്ട് പിന്നാലെ മൊട്ടപ്പൻ അവനെ ഫോളോ ചെയ്ത് വരുന്നതായിട്ട് ഗോഹാന് മനസ്സിലാവും. അടുത്ത നിമിഷം മൊട്ടപ്പനാണെങ്കിൽ ഗോഹാന്റെ തൊട്ടടുത്തെത്തും. ഗോഹാൻ, നിന്നെ കൊണ്ടും ആ പവർ സെൻസ് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലേ? അതിന് ഗോഹാൻ പറയും, അതെ, എന്നെ കൊണ്ടും ആ പവർ സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫ്രീസ എങ്ങനെയാണ് തിരിച്ചു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അവർ ലൊക്കേഷൻ ലക്ഷ്യമാക്കി അങ്ങനെ കടന്നു പോവാണ്. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് ഹാൻസം മാനും വജീറ്റയും രണ്ടുപേരും ഇപ്പോൾ ആ വില്ലന്മാരുടെ ലൊക്കേഷൻ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി അവിടേക്ക് കടന്നു വരും. വജീറ്റയാണെങ്കിൽ തീർത്തു പറയും, എന്താ സംഭവിച്ചെന്ന് അറിയില്ല, പക്ഷെ ഫ്രീസ അവൻ ജീവനോട് കൂടെ ഉണ്ട്. അവനോടൊപ്പം തന്നെ ഒരു വലിയ പവർ കൂടെ എനിക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോഴായിരിക്കും അവർ ഞെട്ടിച്ചുകൊണ്ട് ബുൽമയും റാബിറ്റും അവർ രണ്ടുപേരും അവിടേക്ക് വരിക. ഹാൻസം ബോയ് ആണെങ്കിൽ അവളെ കണ്ട് ടെൻസ്ഡ് ആവും. നീ എന്തിനാ ഇപ്പൊ ഇവിടേക്ക് വന്നേ? അതിനവള് പറയും, നാമഗ്രഹത്തിൽ വെച്ച് ഈസി ആയിട്ടുള്ള ഫൈറ്റ് കാണാൻ എനിക്ക് സാധിച്ചില്ല. ഇവിടെ വെച്ചെങ്കിലും എനിക്കതൊന്ന് കാണണം, അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്. നമുക്ക് തൊട്ടു പിന്നാലെയായിട്ട് നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് അവിടേക്ക് വരികയാണ്. വജീറ്റയാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, എത്രയും വേഗം നിങ്ങളുടെ പവറുകളെല്ലാം കൺട്രോൾ ചെയ്യും, അവർക്ക് വേഗം നമ്മുടെ പവർ സെൻസ് ചെയ്യാൻ പറ്റും. എന്റെ കയ്യിൽ ഒരു സ്പെഷ്യൽ ഡിവൈസ് ഉണ്ട്, നമുക്കിൻസിന് മാത്രമേ പവർ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് ആ വില്ലന്മാരുടെ മുമ്പിൽ നിന്ന് ഹൈഡ് ചെയ്ത് നിൽക്കാനായിട്ട് പറ്റൂ. അപ്പോഴായിരിക്കും എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് പിക്കലോ അവിടേക്ക് കടന്നു വരും. പ്രധാനമായിട്ട് ഇപ്പൊ നമ്മുടെ മൊട്ടപ്പനും ഗോഹാനും അവരും അവിടേക്ക് വരികയാണ്. മൊട്ടപ്പനാണെങ്കിൽ പിക്കലോയെ കണ്ട് ഭയങ്കര സന്തോഷം. ഇവിടെ ഹാൻസം മാൻ ആണെങ്കിൽ ഗോഹാനോട് ചോദിക്കും, ഗോക്കു അവൻ എത്തിയോ? അതിന് ഗോഹാൻ ആണെങ്കിൽ തല താഴ്ത്തി നിൽക്കും. ഹാൻസം ബോയ്ക്കാണെങ്കിൽ അവന്റെ ടെൻഷൻ കൂടും. ഓ നോ, ആ ഫ്രീസയും ടീമും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗോക്കുവിനെ പോലെ ഒരു സൂപ്പർ സയാൻ ഇല്ലാതെ നമ്മൾ എങ്ങനെ അവനോട് ഫൈറ്റ് ചെയ്യും? ഇത് ശരിക്കും വലിയൊരു ഡിഫിക്കൽട്ട് തന്നെയാണ്. ചിലവാണെങ്കിൽ വിളിച്ചു പറയും, മാറി നിൽക്ക്, ആ വില്ലന്മാര് അവരെത്തിക്കഴിഞ്ഞു. ഉടനെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഫ്രൈസയുടെ ആ ജയന്റ് സ്പേസ് ഷിപ്പ് അത് അവിടേക്ക് ഫ്ലൈ ചെയ്ത് വരികയാണ്. നമ്മുടെ ആൾക്കാരെല്ലാവരും ഭയന്ന് അങ്ങനെ നിൽക്കും. ആ സ്പേസ് ഷിപ്പിൽ ഫ്രീസയും അവന്റെ പപ്പയും അവരങ്ങനെ ഹായ് ആയിട്ട് ലാൻഡ് ചെയ്യാനായിട്ട് ഒരുങ്ങുകയാണ്. അധികം വൈകാതെ തന്നെ അത് വലിയ മലനിരകൾ അതങ്ങനെ ഇടിച്ച് തകർത്ത് ലാൻഡ് ചെയ്യുകയാണ്. നമ്മുടെ ആൾക്കാരുടെ ഹാർട്ട് ബീറ്റ് അതങ്ങനെ കൂടി കൂടി വരും. വെജീറ്റ ആണെങ്കിൽ എല്ലാവരോടായിട്ട് പറയും, ഒരു കാരണവശാലും ഇവിടെയുള്ളവർ ആരും തന്നെ ഫ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. ഫ്ലൈ ചെയ്താൽ നമ്മുടെ പവർ അവർക്ക് സെൻസ് ചെയ്യാനായിട്ട് കഴിയും. സോ ഇവിടെ തന്നെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണം. ഭൂമിയിൽ നിന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ പവർ അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയൂ. ഇവിടെ ഗോഹാൻ ആണെങ്കിൽ ഭയത്തോടു കൂടെ പറയും, ആദ്യം ഞാൻ കരുതിയത് അത് ഫ്രീസ അല്ല എന്നാണ്, പക്ഷെ അത് ഫ്രീസ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവനോടൊപ്പം അവനെ കഴിഞ്ഞ് പവർ കൂടിയ മറ്റാരോ ഉണ്ട്. സോ അവർ വലിയൊരു ടീമായിട്ടാണ് ഇവിടേക്ക് എത്തിയിരിക്കുന്നത്. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ ഗോഹാനോട് പറയും, നീ ഓക്കെ അല്ലേ? അതിന് ഗോഹാൻ പറയും, അതെ. ഇവിടെ ഹാൻസം ബോയ് ആണെങ്കിൽ ടെൻസ്ഡ് ആവും. ആക്ച്വലി ഈ ഫ്രീസയ്ക്ക് ഭയങ്കര പവറാണ്, അതിനെ കഴിഞ്ഞ് പവറുള്ള ആളുമായിട്ടാണ് ഇവിടേക്ക് വന്നതെന്നാണ് നിങ്ങൾ എല്ലാവരും പറയുന്നത്. നമ്മളൊക്കെ അവന് വെറും പുൽക്കൊടി തുമ്പ് പോലെയാണ്. വളരെ ഈസി ആയിട്ട് നമ്മളെ ഇല്ലാതാക്കാൻ അവരെ കൊണ്ട് സാധിക്കും. സോ ഇങ്ങനെയൊരു അവസ്ഥയിൽ അവരുമായിട്ട് നേരിട്ട് ഏറ്റുമുട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് പോകുന്നതല്ലേ എന്തുകൊണ്ട് നല്ലത്? പിക്കലോ ആണെങ്കിൽ ടെൻസ്ഡ് ആവും. നിനക്ക് ഭയമാണെങ്കിൽ എവിടെയെങ്കിലും പോയി ഒളിക്ക്, ഞങ്ങളിത് ഫേസ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. വെജീറ്റ ആണെങ്കിൽ ഒരു കാര്യം തീർത്തു പറയും, ആ ഫ്രീസ അവൻ നിങ്ങളുടെ ഈ ഭൂമി അത് മുഴുവനായിട്ട് നശിപ്പിക്കാനാണ് ഇവിടേക്ക് വന്നത്. കട്ട് ചെയ്ത ഇവിടെ ഫ്രീസയും അവന്റെ പപ്പയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. ഓ, ഇതാണല്ലേ ആ ഒരു സയാന്റെ ഗ്രഹം. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് ഈ ഗ്രഹവും ആ ഒരു സയാനെയും ഇല്ലാതാക്കണം. അപ്പോൾ അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഏതോ ഒരു പോരാളി അവൻ നമ്മുടെ ആൾക്കാരുടെ ഇടയിലേക്ക് കടന്നു വരും. ഞാൻ അവനെ എതിർക്കാൻ തയ്യാറായി കഴിഞ്ഞു. അത് കേട്ട് നമ്മുടെ ആൾക്കാർ എല്ലാവരും ഷോക്കാവുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.